ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 29 മെയ് 29 നമ്മൾ മെയ് 31 പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിന് വേണ്ടിയും ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയുടെ തിരുനാളിന് വേണ്ടിയും അതുപോലെ മാതാവിൻ്റെ സന്ദർശന തിരുനാളിനും വണക്കമാസം കാലം കൂടാനുമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളും ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയുടെ തിരുനാളും എല്ലാം കണക്റ്റഡ് ആണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ 2-ാം ദിവസമാണ്. പരിശുദ്ധ തൃത്വത്തിനുള്ള ഒരുക്കം 2-ാമത്തെ ദിവസമാണ് ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് സ്വർണ്ണവെള്ളി എന്നാണ് പറയുക. സ്വർണ്ണവെള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ സ്വർണ്ണവെള്ളി എന്ന് പറയുന്നത്? അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പിന്നെ അതിനുശേഷം അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, രോഗസൗഖ്യം കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞു വന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ പത്രോസ് നടന്നു പോകുമ്പോൾ എന്നെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ മുടന്തൻ, ജന്മനാ മുടന്തനായ ഒരാൾ, എന്നിട്ട് അവരോട് ഭിക്ഷ യാചിക്കുന്നുണ്ട്. ഭിക്ഷക്കാരൻ അന്ന് ദേവാലയത്തിൽ കടന്നു വരുന്നവരോട് ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഈ മുടന്തന്മാരും രോഗികളൊക്കെ കിടക്കാറുണ്ട്. അങ്ങനെയുള്ള സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിക്കൽ അവനെ കിടത്താറുണ്ട്, ഈ മുടന്തന്. അങ്ങനെ പത്രോസും യോഹന്നാനും പള്ളിയിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഭിക്ഷ യോജിച്ചു. പക്ഷെ പത്രോസ് പറഞ്ഞു, നീ ഞങ്ങളുടെ നേരെ നോക്കുക. അവൻ വിചാരിച്ച എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന്. അങ്ങനെ പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളുമൊക്കെ ബലം പ്രാപിച്ചു. അങ്ങനെ അവൻ കുതിച്ച് ചാടി ദൈവത്തെ സ്തുതിച്ചു അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. ആ സ്വർണ്ണ വെള്ളിയാണ് ഇന്ന്. വെള്ളിയോ സ്വർണമോ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് കിട്ടുന്ന വെള്ളി. നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അഭിഷേകം ചെയ്യപ്പെട്ട പത്രോസ്, യോഹന്നാൻ അതുപോലെയുള്ള അപ്പസ്തോലന്മാരുണ്ട്. അവരുടെ പ്രത്യേക മാധ്യസ്ഥം ചോദിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, വരദാന ഫലങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. സ്വർണമോ വെള്ളിയോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നിറച്ച് നൽകണമേ. നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. പരിശുദ്ധ തൃത്വത്തിൻ്റെ, നമ്മുടെ ദൈവത്തിൻ്റെ, ഏകദൈവം ത്രിയേക ദൈവം, ആ ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ദൈവം ഇടപെടും. എലിസബത്ത് സാൻഡോ എന്ന് പറയുന്നൊരു കർമ്മലീത്ത 3-ാം സഭ അംഗം, മാതാവിൻ്റെ ഈശോയുടെയും പ്രത്യക്ഷപ്പെടലുകളുള്ള ഒരു ദർശനകയാണ്. ഈ എലിസബത്ത് സാൻഡോ ഒരു ദിവസം മെയ് 28 കേട്ടോ, ഉറങ്ങുന്നതിനേക്കാൾ മുൻപ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ പടത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു അത്രേ. ആ നിമിഷം തന്നെ അവളുടെ മുമ്പിൽ ഭൂമി മുഴുവൻ അപ്രത്യക്ഷമായി. എന്നിട്ട് സ്വർഗത്തിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുമ്പിലെത്തി. ഒറ്റ നിമിഷം മാത്രമേ അത് അനുഭവിപ്പിച്ചിട്ടുള്ളൂ, ഒരു സെക്കൻഡ്. പിന്നീട് ഈശോ ഈ അനുഭവത്തെപ്പറ്റി അവളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അനുഭവിച്ചത്. നിൻ്റെ മരണശേഷം നീ സ്വർഗത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഈ സന്തോഷമാണ്. ഒരൊറ്റ നിമിഷത്തേക്ക് ഇതനുഭവിക്കുവാൻ ഞാൻ നിന്നെ അനുവദിച്ചു.
കാരണം ഭൂമിയിലായിരുന്ന നിനക്ക് ഇത് അധിക നേരത്തേക്ക് സഹിക്കാനാവില്ല. എൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നീ ഈ പ്രത്യേക അനുഭവത്തിലൂടെ കടന്നുപോയത് എന്ന്. പ്രിയ കൂട്ടുകാരെ, ഒരു കുടുംബിനിയായ ഒരു സഹോദരിക്ക് ആത്മാവിൽ നിറഞ്ഞ് വിശ്വസിച്ച് ഓരോ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗം ഇറങ്ങി വരുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഭവം കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ച് കേട്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മളും വിശ്വസിക്കുക. പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളും ഓരോ തിരുനാളുകളും ആഘോഷിക്കുമ്പോൾ ഈശോ അത് കാണുന്നുണ്ട്. നമുക്ക് മനസ്സിൽ പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ നീക്കാം. അതുപോലെ ഇന്ന് നമുക്ക് വിശ്വസിക്കാം. പത്രോസും യോഹന്നാനും ഭിക്ഷക്കാരന് മുടന്ത് സൗഖ്യം കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് സ്വർണ്ണ വെള്ളി ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ പത്രോസ് ശ്ലീഹ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ, മറ്റുള്ള ശ്ലീഹന്മാരെ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആവാസം, ആശീർവാദം, വിശുദ്ധീകരണം ഞങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ എന്ന്. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാം. സ്വർണ്ണ വെള്ളിയുടെ എല്ലാ വക അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.